Good morning, all. Good afternoon, teacher. Okay, good afternoon. ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞൊരു പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയായിരുന്നു അല്ലെ. നമ്മൾ എവിടം വരെയാണ് നോക്കിയെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് തുടങ്ങി നോക്കുന്നതാണ്. ഈ ഫസ്റ്റ് നമ്മള് ഇതിനകത്തൊരു പുതിയൊരു വ്യക്തിയെ പറ്റി പരിചയപ്പെട്ടു അല്ലെ. ആരായിരുന്നു? എഡ്വേർഡ് ബെർണൈസ് അല്ലെ. എഡ്വേർഡ് ബെർണൈസ് 1891 അദ്ദേഹം ജനിച്ചത്. 1995 അദ്ദേഹം മരണപ്പെട്ടു. പിന്നെ നമ്മൾ പറഞ്ഞു സിഗ്മണ്ട് ഫ്രൂയിഡ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അങ്കിളായിരുന്നു. സിഗ്മണ്ട് ഫ്രൂയിഡ് എന്ന് പറഞ്ഞാല് സൈക്കോളജിയിലെ ഒരു ശാസ്ത്രജ്ഞനാണ് സിഗ്മണ്ട് ഫ്രൂയിഡ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് സൈക്കോ അനലിറ്റിക് തിയറി എന്ന് പറഞ്ഞൊരു, അതായത് സൈക്കോളജിയിൽ വരുന്ന ഒരു തിയറി കണ്ടുപിടിച്ചത്. ഓക്കെ, ജസ്റ്റ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എഡ്വേർഡ് ബെർണൈസിനെ പറ്റിയാണ് അല്ലെ. എഡ്വേർഡ് ബെർണൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരുന്നു അദ്ദേഹം? ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻസ് അല്ലെ. ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ അല്ലെ. ഫാദർ ആണ് പബ്ലിക് PR-ലെ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ് അല്ലെ. ഓർമ്മയുണ്ടാവുന്ന വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും. കോയിൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് അല്ലെ, കൗൺസിൽ അല്ലെ. പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്? എന്തായിരുന്നു? ക്രിസ്റ്റലൈസിങ് പബ്ലിക് ഒപ്പീനിയൻ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് PR കോഴ്സ് ചെയ്തത്. പിന്നെ എന്താണ് കോൾ ഹിംസെൽഫ് ഫസ്റ്റ് ടു കോൾ ഹിംസെൽഫ് PR പ്രൊഫഷണൽ എന്നുള്ളത് ഒരു ഫസ്റ്റിലി വന്നത് ഈ എഡ്വേർഡ് ബെർണൈസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളൊരു ഡെഫിനിഷൻ പോലെ പറഞ്ഞായിരുന്നു അല്ലെ. എന്താണ് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിഷൻ. പബ്ലിക് റിലേഷൻ മീൻസ് നോയിങ് വാട്ട് ദ പീപ്പിൾ ഹോപ്സ് ഫോർ ആൻഡ് എക്സ്പ്ലെയിനിങ് ഹൗ അഡ്മിനിസ്ട്രേഷൻ ഈസ് സാറ്റിസ്ഫൈങ് ദിസ് ഡിസയേഴ്സ്. എന്താണ് നമ്മള് പബ്ലിക് റിലേഷൻ? പബ്ലിക് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പൊതുജനം അല്ലെ. ഇപ്പോ പൊതുജനം എന്ത് പ്രതീക്ഷിക്കുന്നു അല്ലെ, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെ അനുസരിച്ചിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ഭരണം ചെയ്യാൻ പറ്റും, അവരുടെ സാറ്റിസ്ഫൈങ്ങിനും എങ്ങനെ സംതൃപ്തമാക്കാം, അവരുടെ ആഗ്രഹങ്ങളെ എങ്ങനെയൊക്കെ സംതൃപ്തമാക്കാം അല്ലെ, അങ്ങനെയുള്ളതിനൊക്കെ സംബന്ധിച്ചിട്ട് പറയുന്നതാണ് പബ്ലിക് റിലേഷൻ. അതായത് പൊതുജനത്തിന് വേണ്ടി അല്ലെങ്കിൽ പൊതുജനത്തിന്റെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ് എന്ത്? പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഡെഫിനിഷൻ. ഓക്കെ, ഡെഫിനിഷൻ ആരാണ് ഫോം ചെയ്തത്? ജോൺ മില്ലറ്റ് ആണ് ഈ ഡെഫിനിഷൻ ഫോം ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഒരു എന്താണ് ഒരു പബ്ലിക് റിലേഷൻ എന്നതിനെ പറ്റിയാണ് ജസ്റ്റ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? പബ്ലിക് റിലേഷൻ ഈസ് ആൻ ഓർഗനൈസ്ഡ് പ്രോസസ് ടു ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ. പബ്ലിക് ഒപ്പീനിയന് വേണ്ടിയിട്ടാണല്ലോ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ത്രൂ sound character and genuine performance on the basis of mutually satisfactory two-way communication അല്ലെ. ഒരു ആശയവിനിമയത്തിന് അല്ലെങ്കിൽ പരസ്പരം സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ടു-വേ കമ്മ്യൂണിക്കേഷനിൽ പരസ്പരം രണ്ടുപേർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്വഭാവത്തിലൂടെയും അല്ലെങ്കിൽ എന്താ പറയാ യഥാർത്ഥമായിട്ടുള്ള ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പ്രകടനത്തിലൂടെയും മ്യൂച്വലി രണ്ടുപേരും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ ഒരു പൊതുജന അഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഒരു സംഘടിത പ്രോസസ് അല്ലെങ്കിൽ ഒരു സംഘടിതമായിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കില്ല. പബ്ലിക് എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻ എന്ന് പറയുമ്പോൾ പബ്ലിക്കിന് എന്ത് ചെയ്യുന്നത്? കൂടുതൽ ഇമ്പോർട്ടന്റ് പബ്ലിക്കിന് കൊടുക്കുക, പബ്ലിക്കിന്റെ ഒപ്പീനിയൻ മാനിക്കുക അല്ലെ. ഒപ്പീനിയന് അവരുടെ എന്തൊക്കെയാണോ അല്ലെങ്കിൽ അവരുടെ ഡിസൈഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുക. അതാണ് പബ്ലിക് റിലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കിയായിരുന്നു നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ അല്ലെ. എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് പബ്ലിക് റിലേഷന്റെ ആവശ്യകതയെ പറ്റി നമ്മൾ നോക്കിയായിരുന്നു അല്ലെ. ഓർമ്മയുണ്ടോ എല്ലാവർക്കും ഈ പോയിന്റ്സ് ഒക്കെ? ഫസ്റ്റ് എന്തായിരുന്നു? enlarge visibility for the hospital employee programs and services അല്ലെ. അതായത് ഹോസ്പിറ്റൽ ജീവനക്കാർക്ക് പ്രോഗ്രാംസും അല്ലെങ്കിൽ അതിനുള്ള ദൃശ്യപരതയൊക്കെ വർദ്ധിപ്പിക്കുക. പിന്നെ എന്തായിരുന്നു? പൊസിഷൻ ഹെൽത്ത് കെയർ ലീഡർ ആൻഡ് അതോറിറ്റി വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ അല്ലെ. കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ പ്രദേശത്തോ ഉള്ള ഒരു ഹെൽത്ത് കെയർ ലീഡറായും അതോറിറ്റി ആയിട്ടും ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുക. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ ഹോസ്പിറ്റലിന്റെ റേഞ്ച് കൂടുന്നതിന് വേണ്ടി അങ്ങനെയുള്ള സർവീസസും അല്ലെങ്കിൽ അവയർനെസ് പ്രോഗ്രാംസുകളും സംഘടിപ്പിക്കുക. ഇത് നമ്മൾ പറഞ്ഞു എൻഹാൻസ് ദ ഹോസ്പിറ്റൽ ഇമേജ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക. അതായത് ഇങ്ങനെയുള്ള കുറച്ച് എന്താ പറയാ പ്രോഗ്രാംസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞില്ലേ, ക്യാമ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുവന്ന് ഹോസ്പിറ്റൽസിന്റെ ആ ഒരു എൻഹാൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രതിച്ഛായ തന്നെ വർദ്ധിപ്പിക്കുക. ഇന്ന് നമ്മൾ പറഞ്ഞു റിക്രൂട്ട് ആൻഡ് റിട്ടൻഷൻ എംപ്ലോയീസ്. എംപ്ലോയ്മെന്റ്സിന് റിക്രൂട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരെ നിലനിർത്തേണ്ട ആവശ്യകതയും ആർക്കാണ്?
ഈ പബ്ലിക് റിലേഷൻ ആണ്. ഇത് നമ്മൾ പറഞ്ഞു ആക്ട് ആസ് എ ഫൗണ്ടേഷൻ വെൻ ഇപ്പോ എന്തെങ്കിലും ഹോസ്പിറ്റലിനെതിരെ വരുന്ന ന്യൂസുകൾ അല്ലെ, അവ്യക്തമായിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുമ്പോ അതിനെല്ലാം എന്ത് ചെയ്യുക, അതിനെല്ലാം ഒരു ഹോസ്പിറ്റലിനെ അവരുടെ ഒരു അടിത്തറയായിട്ട് പ്രവർത്തിക്കണം, അതിനെല്ലാം ഒരു മുന്നോടിയായിട്ട് നമുക്ക് പ്രവർത്തിക്കുക. ഇംപ്രൂവ് എംപ്ലോയി മൊറൈൽ, അതായത് എന്താണ് എംപ്ലോയീസിന്റെ മനോവീര്യം അല്ലെ, മൊറൈൽ എന്ന് പറഞ്ഞ മനോവീര്യം, അവരുടെ മനോവീര്യത്തെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക. ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? ഒരു പബ്ലിക് റിലേഷന്റെ ഉത്തരവാദിത്തമാണ് അല്ലെ. നെക്സ്റ്റ് നമ്മൾ ഇതൊന്ന് തുടങ്ങി വെച്ചായിരുന്നു തോന്നുന്നു അല്ലെ. മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻസ് ഇൻ കമ്മ്യൂണിറ്റി. There are two methods ആണ് മെയിൻ ആയിട്ട് എങ്ങനെയൊക്കെയാണ് ഈ പബ്ലിക് റിലേഷൻ കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പറഞ്ഞത് അല്ലെ. ഫസ്റ്റ് വൺ ഓപ്പറേറ്റീവ് മെത്തേഡ്സ്, സെക്കൻഡ് വൺ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ്. ഓപ്പറേറ്റീവ് മെത്തേഡ്സ് വരെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് കേട്ടോ. ഒന്നും കൂടി നോക്കാം കേട്ടോ. ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ നമ്മൾ പറഞ്ഞു മെത്തേഡ്സ് ബേസിക്കലി റിലേറ്റഡ് ഒരു ഹോസ്പിറ്റൽസിലെ എല്ലാ തരത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ഓപ്പറേറ്റേഴ്സിനെ കൂടി ഒരു ഒത്തുചേർന്നതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അല്ലെ. ഇനി വർക്ക്മെൻ സച്ചസ് ആരൊക്കെ വരും അവിടെ? ടെലിഫോൺ ഓപ്പറേറ്റർ വരാം, എൻക്വയറി ഓഫീസ് പേഴ്സണൽ, അഡ്മിഷൻ ഓഫീസ് ക്ലർക്ക് അല്ലെ. അങ്ങനെയുള്ള ഒരു എല്ലാ സെക്ടറിലെയും ഒരു ഹോസ്പിറ്റലിലെ എല്ലാ തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ ഓപ്പറേറ്റീവ് മെത്തേഡിൽ വരുന്നത്. പിന്നെ പറഞ്ഞത് എന്താണ്? ഓൾ ദോസ് മെയിൻറ്റെയിനിങ് കോൺടാക്ട് വിത്ത് പേഷ്യൻസ് ആയിട്ട് കോൺടാക്ട് വരുന്ന എല്ലാ തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. ബിഹൈൻഡ് സ്ക്രീൻ ഷെയർ സെയിം ബേർഡൻ അല്ലെ, അതായത് എല്ലാ തരത്തിലും അവർ പേഷ്യന്റ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉൾക്കൊള്ളുന്നതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലെ. ഇത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. The three fundamental components of community operations are മെയിൻ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി. ഇനി നെക്സ്റ്റ് പറയുന്നത് കമ്മ്യൂണിറ്റി മെത്തേഡ്സ് ആയിരിക്കും കേട്ടോ. അപ്പോ കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസിലെ മെയിൻ ആയിട്ട് വരുന്ന 3 ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജോയ്ഫുൾ ആൻഡ് പൊലൈറ്റ് ബിഹേവിയർ അല്ലെ, അറിയാലോ എന്താണ്? സന്തോഷവും മാന്യമായിട്ടുള്ള ഒരു പെരുമാറ്റം അല്ലെ. പേഷ്യൻസിനോടും അല്ലെങ്കിൽ ജീവനക്കാരോടും എങ്ങനെയുള്ളതായിരിക്കണം? സന്തോഷകരമായിട്ടുള്ള രീതിയിലും അല്ലെങ്കിൽ മാന്യമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം. സെക്കൻഡ്, ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്. വേഗമേറിയതും ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ആയിട്ടുള്ളത് അല്ലെ, കാര്യക്ഷമമായിട്ടുള്ള ഒരു ചികിത്സ ട്രീറ്റ്മെന്റ് കൊടുക്കുക. എന്താണ്? ക്ലിയർ എൻവയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് വർക്കേഴ്സ്. ക്ലിയർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെ, വെൽ അപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു അന്തരീക്ഷം അല്ലെ, വ്യക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം കൊടുക്കുക. അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഇച്ഛ അല്ലെങ്കിൽ അവരുടെ ഒരു ശക്തിയെ അവരുടെ വർക്ക് ചെയ്യാനുള്ളതും അങ്ങനെയുള്ളൊരു എന്താണ് അവരുടെ ഒരു അപ്പിയറൻസിന് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇപ്പൊ മെയിൻ ആയിട്ട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള 3 കോമ്പോണന്റ് ആണ് കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസിൽ പറയുക. ഓക്കെ, ക്ലിയർ ആയാലോ 3 ഇനി നെക്സ്റ്റ് നോക്കാം. Some operations of improving operation of hospital community level are. ഈ 3 നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന കാര്യങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ. A high quality patient care is the basis of good public relation അല്ലെ. അതായത് എന്താണ്? ഹൈ ക്വാളിറ്റി അല്ലെ, ഉയർന്ന നിലവാരമുള്ള ഒരു രോഗി പരിചരണം. അതാണല്ലോ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഒരു പേഷ്യന്റ് എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ലഭിക്കുക എന്നതാണ് ഒരു ഹോസ്പിറ്റല്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് കൊടുക്കുക എന്നതാണ് ഒരു ഹോസ്പിറ്റല് ഫസ്റ്റ്ലി ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്യുന്നത് PR-ന്റെ ഒരു അല്ലെ, അതായത് പബ്ലിക് റിലേഷന്റെ ഒരു കമ്മ്യൂണിക്കേറ്റീവിൽ വരുന്ന ഒരു രീതിയാണ് അല്ലെ. അപ്പൊ എന്താണ്? ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ, ഉയർന്ന നിലവാരത്തിലുള്ള ഒരു രോഗി പരിചരണം നൽകുക. പിന്നെ സെക്കൻഡ് വൺ നോക്കി. സഫീഷ്യന്റ് ഫിസിക്കൽ ഫെസിലിറ്റി with a good functional layout, waiting room with benches or chairs, water, refreshment facility in the outpatient department. Okay, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കണം. സഫീഷ്യന്റ് ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഫെസിലിറ്റികൾ, ഫിസിക്കൽ മീൻസ് പുറമേ നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള ഫെസിലിറ്റികളില്ലേ. ഗുഡ് ഫങ്ഷണൽ ലേഔട്ട് മീൻസ് പ്ലാനിങ്ങിലെ പ്ലാനോട് കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് കേട്ടോ. വെയിറ്റിംഗ് റൂം അല്ലെ, നമ്മൾക്ക് ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുന്നതിന് മുൻപ് ചെയർസ് ഒക്കെ ഇടില്ലേ, ബെഞ്ചസ്, ചെയർസ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുക. അല്ലെങ്കിൽ ഒരു രോഗി കയറുമ്പോൾ ബാക്കി പേഷ്യൻസ് എന്ത് ചെയ്യണം? ചിലപ്പോൾ നിൽക്കേണ്ടതായിട്ട് വരും ചെയർസ് ഒന്നും ഇല്ലെങ്കിൽ അല്ലെ. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ബെഞ്ചസ്, ചെയർസ് അല്ലെ, അങ്ങനെയൊക്കെ നൽകുക. പിന്നെ വാട്ടർ അല്ലെ, നമുക്ക് വെള്ളം ക്യാനിൽ പോലെ വെച്ചിട്ടുണ്ടാവില്ലേ, അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റീസുകൾ ചെയ്തു കൊടുക്കുക. റിഫ്രഷ്മെന്റ് ഫെസിലിറ്റി, ഇതുപോലെ ഏതെങ്കിലും മുഖം കഴുകാനോ അങ്ങനെയൊക്കെയുള്ളൊരു
ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ടുള്ള മറ്റു സൗകര്യങ്ങൾ എങ്ങനെയൊക്കെയാണോ അതെല്ലാം ചെയ്തു കൊടുക്കുക. അതെല്ലാം ഒരു എന്താ പബ്ലിക് റിലേഷന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് നോക്കാം. Point, making others happy. One must be happy himself. Good morale of workers not only improve efficiently, but workers with a high morale work in a positive manner with one another and also with the patient in the community. സിമ്പിളല്ലേ? എന്താണ്? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക അല്ലെ? മറ്റുള്ളവർക്ക് സന്തോഷം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം ഒരു PR ഭാഗത്തു നിന്നും ചെയ്യേണ്ടത് അല്ലെ? നമ്മള് എന്താണ് ഒരാൾ സ്വയം സന്തോഷവാനായിരിക്കുക, അതുപോലെ തന്നെ എന്താ മറ്റുള്ളവരെ കൂടി അവർക്ക് സന്തോഷം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഗുഡ് മൊറൈൽ ഓഫ് വർക്കേഴ്സ് അല്ലെ? പിന്നെ എന്താണ് തൊഴിലാളികളുടെ നല്ലൊരു ധാർമ്മികത അല്ലെ? ആ തൊഴിലാളികളുടെ ഒരു മൊറൈൽ മീൻസ് ധാർമ്മികത, നല്ലൊരു അല്ലെ നമ്മൾ മോറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ധാർമ്മികത. അപ്പോ അങ്ങനെയുള്ളൊരു ധാർമ്മികത മെച്ചപ്പെടുത്തണം അല്ലെ? മാത്രമല്ല ഉയർന്ന ധാർമ്മികതയുള്ള തൊഴിലാളികൾ പരസ്പരം തൊഴിലാളികൾക്കിടയിൽ പരസ്പരം എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് തന്നെ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ എന്ത് വേണം, സമൂഹത്തിലെ നമ്മളുടെ സൊസൈറ്റിയിലെ രോഗികളുമായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നെക്സ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതേഴ്സ് ഹാപ്പി അല്ലെ? മറ്റുള്ളവരെ സന്തോഷമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക, സ്വയം സന്തോഷവാനായിരിക്കുക. പിന്നെന്താണ് ഗുഡ് തൊഴിലാളികളുടെ മൊറൈൽ ധാർമ്മികതയ്ക്ക് വർദ്ധിപ്പിക്കണം. പിന്നെന്താണ് പോസിറ്റീവായിട്ട് പരസ്പരം ബിഹേവ് ചെയ്യുക. പിന്നെ പേഷ്യൻസ് ആയിട്ട് നല്ല രീതിയിലായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ഇനി ഫോർത്ത് വൺ പറയുന്നത് നോക്കാം. ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി വിത്ത് ഇഫക്റ്റീവ് കോർഡിനേഷൻ എമംഗ് ഓൾ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെ? എല്ലാ കോർഡിനേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട്, എല്ലാ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ, അതായത് ഒരു ഒത്തൊരുമ വേണമല്ലോ. ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റേ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ സെപ്പറേറ്റ് ഒന്നും ചെയ്യാതെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ പരസ്പരം ഒരു കോപ്പറേറ്റീവ് ആയിട്ട് മുന്നോട്ട് പോവുക. പിന്നെ എന്താണ് പറയുന്നത്? അതർ സപ്പോർട്ടീവ് സർവീസ് അറൈസ് ഫ്രം ഗുഡ് അഡ്മിനിസ്ട്രേഷൻ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, policies, procedures and authority and responsibility should be clearly understood by each staff. ഓരോ സ്റ്റാഫിനും ഓരോ പ്രൊസീജിയേഴ്സും പോളിസീസും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ ആണല്ലോ. നമ്മളൊരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്ട്രക്ചറുകള്, നിയമങ്ങള്, കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യണം, ഓരോ സ്റ്റാഫും അണ്ടർസ്റ്റുഡ് ചെയ്തിരിക്കണം അല്ലെ? ഇങ്ങനെയുള്ള പോളിസികളും അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന്റെ ഭരണം അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന്റെ പ്രൊസീജിയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈച്ച് സ്റ്റാഫ് അണ്ടർസ്റ്റുഡ് അല്ലെ? എല്ലാ സ്റ്റാഫുകളും എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്റീവ് ഓപ്പറേഷൻസിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റിലോട്ട് പോവുകയാണ് കേട്ടോ. അതിന് നമുക്കൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇനി കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ വരുന്ന പോയിന്റ്സ് കേട്ടോ. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ്? കമ്മ്യൂണിക്കേറ്റ് ഓപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ പ്രവർത്തനമാണ് അല്ലെ? അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനമാണ് ഓപ്പറേറ്റീവ് മെത്തേഡിൽ വരുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഇപ്പോൾ രണ്ടുപേര് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആ ഒരു ഫീലിംഗ് തന്നെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്റീവില് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ കേട്ടോ. നോക്കാം കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ്. ഫസ്റ്റ് പോയിന്റ് ആണ്, ഞാൻ വായിക്കുമ്പോൾ സ്ക്രീനിൽ തന്നെ നിങ്ങളൊന്ന് വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ പോയിന്റ് ഒന്ന് ബൈ ഹാർട്ട് ആക്കാനായിട്ട് പറ്റും കേട്ടോ. ടു മേക്ക് അവൈലബിൾ suitable information to the patient, their relatives and visitors അല്ലെ? രോഗികൾക്കും സന്ദർശകർക്കും എന്താണ് അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നത്. ഇങ്ങനെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കാര്യങ്ങളാണ് അല്ലെ? പറഞ്ഞു കൊടുക്കില്ലേ റിലേറ്റീവ്സിന്റെ കാര്യങ്ങളൊക്കെ? അപ്പോ അവൈലബിൾ അല്ലെ? അതിനൊരു ഉറപ്പ് വരുത്തുക, അതായത് രോഗികൾക്കും സന്ദർശകർക്കും അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ. സെക്കൻഡ് പോയിന്റ് എന്താ പറയുക? എ പ്രൊവിഷൻ ടു ലിസൺ ടു ഓറൽ കംപ്ലൈന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് കമ്പലിംഗ് ഓൺ റിട്ടൺ വൺ അല്ലെ? ഇപ്പൊ രേഖാമൂലമുള്ള പരാതികൾ, പല പരാതികളൊക്കെ എഴുതി കൊടുക്കാറുണ്ട് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചല്ലേ? എന്തെങ്കിലും പരാതി പറ്റിയിട്ടുണ്ടാവില്ലേ കംപ്ലൈന്റ് ബോക്സ് ഒക്കെ? അപ്പൊ എന്തെങ്കിലും പേഷ്യൻസിന് എന്തെങ്കിലും ഒരു പരാതിയായിട്ടോ ഹോസ്പിറ്റലിന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പരാതികളിടും. അപ്പോ രേഖാമൂലമുള്ള പരാതികൾ നിർബന്ധമാക്കുന്നതിന് പകരം വാക്കാലുള്ള, അതായത് ചിലപ്പോ നേരിട്ട് PR കണ്ട് നമ്മൾ പോയി പറയും എന്തെങ്കിലും പോരായ്മകൾ ഞങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്, നഴ്സസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഡയറക്ട്ലി ഒരു റിട്ടേൺ ആയിട്ട് എഴുതി കൊടുക്കാണ്ട് ഡയറക്റ്റ് ആയിട്ട് പോയി പറയും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുക, അല്ലെങ്കിൽ അതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്?
ഈ PR ഉത്തരവാദിത്തമാണല്ലോ. അതൊക്കെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ വരുന്ന ഒന്നാണ് കേട്ടോ. ഇനി സ്വിച്ച് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ് അല്ലെ, ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക. സെയിം ഇത് തന്നെ. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് വരുമ്പോ കുറെ സംശയങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എന്ത് ചെയ്യാൻ ചോദിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്ലൈ കൊടുക്കുക. എന്താണ് പ്രൊവിഷൻ സജഷൻ ബോക്സ് സ്യൂട്ടബിൾ പ്ലേസ്. നമ്മൾ പറഞ്ഞില്ലേ സ്യൂട്ടബിൾ പ്ലേസിൽ സജഷൻ ബോക്സുകൾ വെക്കുക. അപ്പോ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ കംപ്ലൈന്റ് ബോക്സിൽ എഴുതിടാറുണ്ട്. നമ്മൾ എല്ലായിടത്തും കംപ്ലൈന്റ് ബോക്സ് കിടക്കുന്നല്ലോ. ഇപ്പോ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും സ്കൂളുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മളുടെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതിയിടാം അല്ലെ കംപ്ലൈന്റ്. അങ്ങനെയുള്ള കംപ്ലൈന്റ് ബോക്സുകൾ കൃത്യമായിട്ടുള്ള പ്ലേസസിൽ സ്ഥാപിക്കുക. ഇനി നെക്സ്റ്റ് എന്തായിരുന്നു, the school teachers, students, housewives and members of women's organization and religious leaders can conduct hospital tours അല്ലെ. ഹോസ്പിറ്റലിൽ ടൂർസ് ഒക്കെ ഒന്ന് കണ്ടക്ട് ചെയ്യാം. നഴ്സസും ഡോക്ടേഴ്സും എല്ലാവരും ട്രിപ്പുകളൊക്കെ ഇങ്ങനെ ഒന്ന് കണ്ടക്ട് ചെയ്യുക. അതില് ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ്, ഹൗസ് വൈഫ്സ്, ഓർഗനൈസേഷൻ, റിലീജിയസ് ലീഡേഴ്സ് അവരെ കൂടിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു റിലാക്സേഷൻ ഒക്കെ ചെയ്യണ്ടേ. അപ്പൊ ഒരു എന്താണ് ഒരു ഇയറിൽ അങ്ങനെ ഒരു വർഷത്തിൽ ഒരു വെട്ടോ അങ്ങനെയൊക്കെ ഒരു ടൂർസ് ഒക്കെ എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്തായിരുന്നു, ടു ഹോൾഡ് ആൻ ആനുവൽ ഹോസ്പിറ്റൽ ഡേ or open day house where public can be shown every aspect of the hospital operation that includes some of highly technical function അല്ലെ. അതായത് നമ്മളിപ്പോ ഒരു സ്കൂളിലെ ആനുവൽ ഡേ പ്രോഗ്രാം നടത്തില്ലേ അല്ലെ, അതെന്താണ്, അത് ആ സ്കൂളിൻ്റെതായിട്ടുള്ള ഒരു ഡേ തന്നെയാണെന്ന് പറയാം അല്ലെ. അന്നത്തെ കാര്യങ്ങളും റിപ്പോർട്ട് വായിക്കും, പിന്നെ എന്താ പ്രോഗ്രാംസ് ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കില്ലേ ഓപ്പൺ ഡേ ഹൗസ് അല്ലെ. പബ്ലിക് അപ്പോഴാണ് പബ്ലിക് ക്യാൻ ഷോ എവറി ആസ്പെക്ട് ഓഫ് അങ്ങനെ ഒരു ഇത് ഹോസ്പിറ്റലിലും സംഘടിപ്പിക്കുക. ഒരു ഹോസ്പിറ്റൽ ഡേ ഒക്കെ നമ്മള് അങ്ങനെ ഏതെങ്കിലും ഒരു ഡേ ആചരിക്കാറുണ്ട്. അപ്പോ അറ്റ് ദാറ്റ് ടൈമിലാണ് ഹോസ്പിറ്റൽസിന്റെ എന്താണ് അവിടുത്തെ സേവനങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേഷൻസ് സംബന്ധിച്ച ഹൈലി ടെക്നിക്കൽ ഫങ്ഷൻസും എല്ലാം ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെയുള്ളൊരു അല്ലെങ്കിൽ ആനുവൽ ഹോസ്പിറ്റൽ ഡേ, അതുപോലെ ഓപ്പൺ ഡേ, അങ്ങനെ എന്തെങ്കിലും ഒരു ഡേ ഒക്കെ അതിനു വേണ്ടി പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു മാറ്റിവെക്കുക. അതിന്റെ ഒരു ദിവസം അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അതൊക്കെയാണ് പരസ്പരം ഒരു കമ്മ്യൂണിക്കേറ്റ് പേഷ്യൻസും അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് യൂസിങ് മാസ് മീഡിയ വുഡ് ബി ഹെൽപ്ഫുൾ ഇംപ്രൂവ് പബ്ലിക് റിലേഷൻ. നമ്മള് ടിവിയിലെ പരസ്യങ്ങൾ കാണാറില്ലേ, ഓരോ ഹോസ്പിറ്റലിന്റെ ഒക്കെ കെയറുകൾ, ഇന്ന സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ സ്പെഷ്യലൈസ്ഡുകള്, അങ്ങനെ നമ്മൾ പല ഹോസ്പിറ്റലിലേക്ക് നമ്മള് പരസ്യം കാണാറുണ്ട് ടിവിയിലൊക്കെ അല്ലെ. അപ്പൊ അതും എന്താണ്, അങ്ങനെ പരസ്യങ്ങളിലൂടെ ചിലപ്പോ മറ്റു അറിയാത്ത വ്യക്തികൾ ഉണ്ടാവില്ലേ, അവർക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ പരസ്യങ്ങളിലൂടെ ആയിരിക്കും ഇന്ന ഒരു ഹോസ്പിറ്റലിനെ പറ്റി അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഇത്ര ഫെസിലിറ്റീസ് ഉണ്ട് എന്ന് അറിയുന്നത് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ് പബ്ലിക് ആയിട്ട് കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡുകളാണ്. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേറ്റ് വരുന്നത് ഇത്രയും മെത്തേഡുകളാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനൊന്ന് പോയിന്റ്സ് ആക്കി സെപ്പറേറ്റ് ചെയ്ത് പറയുന്നതുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നോക്കാം, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് കേട്ടോ. ഇനി ഏതൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് ക്ലിയർ അല്ലേ സ്ക്രീൻ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, communicative methods നോക്കാട്ടോ. These methods employ means of communication in all possible forms to enable the hospital to convey its message to the public. നമ്മൾ പറഞ്ഞില്ലേ കമ്മ്യൂണിക്കേറ്റീവ് എന്ന് പറഞ്ഞാല് പരസ്പരം പറയുക അല്ലെ, പരസ്പരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് കാര്യങ്ങൾ അല്ലെ, ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോ മെത്തേഡ്സ് എംപ്ലോയ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എംപ്ലോയീസിന്റെ രീതിയിലും അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഭാഗത്തുമുള്ള പരസ്പരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ വരുന്നത് കേട്ടോ. ഓൾ പോസിബിൾ ഫോം എനേബിൾ ഹോസ്പിറ്റൽ ടു കൺവേ ഇറ്റ്സ് മെസ്സേജ് ടു ദ പബ്ലിക്. ഓരോ എന്താണ് സന്ദേശങ്ങള് എന്ത് ചെയ്യുക, പബ്ലിക്കിന് അറിയിക്കുക. ഇപ്പൊ നഴ്സസ് വഴി അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് വഴിയേക്ക് ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേറ്റുകൾ ചെയ്യുക. ഇനി നെക്സ്റ്റ് പറയുന്നത് സം ഓഫ് ദീസ് ആർ ഓൾസോ ഇന്റർമിക്സ്ഡ് വിത്ത് ദ intramural function of hospital and operative methods. Other deals with the media. കുറച്ച് നമ്മൾ മീഡിയ ആയിട്ട് ഡീൽ ചെയ്തിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പരസ്യങ്ങളൊക്കെ, അങ്ങനെ ഹോസ്പിറ്റൽസിന്റെ പരസ്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ മറ്റ് നമ്മള്
അങ്ങനെയുള്ള ഇപ്പോ ഫേസ്ബുക്ക് അങ്ങനെയുള്ള മീഡിയ വഴിയൊക്കെ ഇല്ലേ, ഇപ്പോ മീഡിയ വഴിയൊക്കെ നമ്മൾ ഓരോ ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നില്ലേ. അപ്പോ അങ്ങനെയുള്ള മീഡിയ വഴിയും കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റീവ് സാധ്യമാണ്. പിന്നെ പറയുന്നത് എന്താണ് ഇൻട്രാമുറൽ ഫങ്ഷൻസ് എന്ന് വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ഹോസ്പിറ്റൽസിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ദാറ്റ് ആർ കണ്ടക്ടഡ് ഇസ് ദ ഹോസ്പിറ്റൽ സെറ്റപ്പ് അല്ലെ. അതിൽ ഇൻക്ലൂഡ് ആയിട്ടിരിക്കുന്നത് എമർജൻസി പേഷ്യന്റ് കെയറും അല്ലെങ്കിൽ സ്റ്റാഫ് അസംബ്ലി, സ്റ്റാഫിന്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ കൺവേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഇൻട്രാമുറൽ ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വേറെ ഒന്നല്ല, ഹോസ്പിറ്റൽസിന്റെ ഫംഗ്ഷൻസ് തന്നെ. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എമർജൻസി പേഷ്യന്റിന്റെ അല്ലെങ്കിൽ സ്റ്റാഫ് അസംബ്ലി, അതായത് സ്റ്റാഫിനെ വിളിച്ചുകൂട്ടി കാര്യങ്ങളൊക്കെ പറയില്ലേ, അപ്പോ സ്റ്റാഫിനുള്ള ഫംഗ്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഇൻട്രാമുറൽ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അതർ ഡീൽസ് വിത്ത് മീഡിയ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് പരസ്യങ്ങള് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അങ്ങനെയുള്ള മീഡിയകളൊക്കെ ഇല്ലേ, അതിലൂടെയൊക്കെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാലോ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഫോളോയിങ് വൈസ് അല്ലെ. എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് കേട്ടോ നോക്കാം. ഫസ്റ്റ്, പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ ടു പേഷ്യന്റ്, their relatives and visitors അല്ലെ. നമ്മൾക്ക് പ്രൊവൈഡ് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള സന്ദേശങ്ങള് പേഷ്യൻസിനും അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനും വിസിറ്റേഴ്സിനൊക്കെ പരസ്പരം കൈമാറാനായിട്ട് സാധിക്കും അല്ലെ. ഒരു പേഷ്യൻസിന്റെ എങ്ങനെയാണ് നില, അല്ലെങ്കിൽ ആള് റിക്കവറി ആയോ, ആൾക്ക് ഓക്കെ ആണോ, എങ്ങനെയുണ്ട്, കുഴപ്പമില്ല, അങ്ങനെ നല്ലൊരു രീതിയിലാണോ എന്നൊക്കെ റിലേറ്റീവ്സിനെയും അല്ലെങ്കിൽ വരുന്ന വിസിറ്റേഴ്സിനോടൊക്കെ നമ്മൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. നോക്കാം. അറ്റ് എൻക്വയറി എങ്ങനെയൊക്കെയാണ് സാധിക്കുന്നത് നെക്സ്റ്റ് പറയുന്നത്. എൻക്വയറി, രജിസ്ട്രേഷൻ ഓൺ പേഷ്യന്റ് ഡിസ്ചാർജ് റിഗാർഡിംഗ് ഹിസ് ഓർ ഹെർ ഹെൽത്ത് സ്റ്റാറ്റസ് ആൻഡ് ഫോളോ അപ്പ് അല്ലെ. നമ്മൾ പറയില്ലേ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ചെല്ലുമ്പോൾ രജിസ്ട്രേഷൻ സെക്ഷൻ ഉണ്ട്, എൻക്വയറി സെക്ഷൻ ഉണ്ട്. അപ്പോ ഫിസിഷ്യൻ ഉണ്ടോ അല്ലെങ്കിൽ എന്താ പീഡിയാട്രിക് ഡോക്ടർ ഇന്നുണ്ടോ, അവൈലബിൾ ആണോ എന്നൊക്കെ നമ്മൾ എവിടെയാ ചോദിക്കുക, എൻക്വയറിയിലല്ലേ നമ്മൾ അന്വേഷിക്കുന്നത്. നമ്മൾ ചീട്ട് എടുക്കാനും എല്ലാത്തിനും നമ്മൾ എൻക്വയറിയിൽ അന്വേഷിക്കും. അപ്പൊ അതൊക്കെ ഒരു എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവരോട് നമ്മൾ പരസ്പരം പേഷ്യന്റും അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻക്വയറിയിലെ സ്റ്റാഫായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. അപ്പൊ അതൊക്കെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ ഉൾപ്പെടുന്നു. ഇനി പിന്നെ അതുപോലെ തന്നെ നമ്മൾ പേഷ്യൻസിന്റെ ഡിസ്ചാർജ് ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഹെൽത്ത് സ്റ്റാറ്റസ് എന്നൊക്കെ നമ്മൾ ഇൻചാർജിൽ പോയി കാണും അല്ലെ. അപ്പൊ അവരുടെ ഒരു ഫോളോ അപ്പ് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഡിസ്ചാർജ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിങ് ഫിസിഷ്യൻ ക്യാൻ സെർവ് ഹിസ് പർപ്പസ് വെൽ അല്ലെ. അതായത് എന്താണ്, ഇപ്പൊ ഒരു ഡിസ്ചാർജ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഡോക്ടറെ പോയി കാണും, നമ്മള് ഫിസിഷ്യനെ പോയി കാണും. എങ്ങനെയാണ് എന്താണ്, ആള് റിക്കവറി ആയോ, ഇനി നമ്മൾ മെഡിസിൻസ് തുടരണമോ, എന്താണ് ഇപ്പൊ സിറ്റുവേഷൻ, ചിലപ്പോ റെസ്റ്റും കാര്യങ്ങളൊക്കെ പറയും ചില പേഷ്യൻസിനൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ പോലെ ഫിസിഷ്യനെ പോയി കാണും അല്ലെ. അപ്പൊ അങ്ങനെ കാണുമ്പോഴും അതും എന്താണ്, ഡോക്ടറും നമ്മളുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അവിടെ നടക്കുക. ഓക്കെ, ക്ലിയർ ആയോ? കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാലോ, രണ്ടുപേർ തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓപ്പൺ ഹൗസ് അപ്രോച്ച് ടു ദ വിസിറ്റേഴ്സ് വിത്തൗട്ട് ഇന്റർഫിയറിംഗ് ഇൻ ദ റൂട്ടീൻ മെഡിക്കൽ കെയർ ഫംഗ്ഷൻ അല്ലെ. അതായത് എന്താണ്, പുതിയ പ്രവർത്തനങ്ങളിൽ ഇടപെടാതെ അല്ലെങ്കിൽ സന്ദർശകരോട് ഓപ്പൺ ആയിട്ട് ഡീൽ ചെയ്യുന്നത് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ്, large number of visitors to patient cannot be avoided in our regular socio-cultural ethos. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, രോഗികളെ സന്ദർശിക്കുന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനാവില്ല അല്ലെ. വിസിറ്റേഴ്സ് വരും അല്ലെ, അതായത് പേഷ്യൻസിനെ സന്ദർശിക്കും വിസിറ്റേഴ്സ് വന്ന് അല്ലെ. പക്ഷെ അതൊരു നമ്മുടെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു ധാർമ്മികത തന്നെയെന്നാണ് പറയുന്നത് അല്ലെ. സന്ദർശിക്കാൻ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഇതാണ് അല്ലെ. നമുക്കത് തടയാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്, അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി സെക്കൻഡ് വൺ പറയുക, the queries of relatives and visitors can be satisfied if a doctor or senior nurse അല്ലെ. അതായത് ഇപ്പൊ ഒരു ഡോക്ടറിനോ അല്ലെങ്കിൽ ഒരു സീനിയർ നഴ്സോ ആണെങ്കിൽ ഈ ബന്ധുക്കളുടെയും അല്ലെങ്കിൽ സന്ദർശകരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനായിട്ട് സാധിക്കും അല്ലെ. ഡോക്ടറിന് അറിയാൻ പറ്റുമല്ലോ, ഇന്ന ഇപ്പൊ ഒരു സന്ദർശകർ വന്നിട്ട് അല്ലെങ്കിൽ എന്താണ് റിലേറ്റീവ് വന്നിട്ട് ഡോക്ടറിന്റെ അടുത്തോ അല്ലെങ്കിൽ ആ നഴ്സിന്റെ അടുത്തോ ചെല്ലും അല്ലെ. ഇപ്പൊ ആളുടെ എങ്ങനെയാണ്, ഞാൻ ഇന്ന റിലേറ്റീവ് ആണ് അല്ലെ, അപ്പോ ഈ പേഷ്യന്റിന്റെ നില എന്താണ്, അങ്ങനെ വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ മെഡിസിൻസ് ഇനി തുടരേണ്ടത് നമുക്ക് വരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തിരക്കാറുണ്ട്. അപ്പൊ അതെന്താണ്, ഒരു ഡോക്ടറിനും അല്ലെങ്കിൽ ഒരു സീനിയർ നഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള റിലേറ്റീവ്സിനും മറുപടി നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ.
Okay, next one, administrative round by hospital. Administrators at different levels, however, they should be informal as possible. അല്ലെ, ഇപ്പോ വിവിധ തലങ്ങളിലുള്ള അഡ്മിനിസ്റ്റർമാരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ടുകൾ ഉണ്ട് അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരില്ലേ, അപ്പൊ അതുപോലെ തന്നെ ഈ പറഞ്ഞ നഴ്സസ് വരും. ചിലപ്പോൾ നമ്മളോട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാറില്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ PR ജസ്റ്റ് ഒക്കെ വരാറുണ്ട് റൗണ്ട്സ് പോലെയൊക്കെ അല്ലേ. അപ്പോ ഇങ്ങനെയുള്ള റൗണ്ട്സുകളൊന്നും ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് ഇൻഫോർമൽ ആസ് പോസിബിൾ, അതായത് ഫോർമൽ ആയിട്ടുള്ള കാര്യമല്ല, ഒഫീഷ്യൽ അല്ല. പക്ഷെ അവര് വന്നിട്ട് നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ട് അല്ലെ. ഇപ്പൊ നഴ്സസ് നമ്മളൊരു 3 days 4 days ഒക്കെ പീരീഡ് ആണെങ്കിൽ നഴ്സസ് ഇൻ കേസ് ഡെയിലി ഡോക്ടേഴ്സിന്റെ റൗണ്ട്സ് ഉണ്ടാവും. പക്ഷെ അതിന് പുറമെ എന്ത് ചെയ്യും, നഴ്സസ് വരാറില്ലേ, നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ കിടക്കുമ്പോഴും ആരും ആയിക്കോട്ടെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ എങ്ങനെയുണ്ട്, ഇപ്പോ കുറവുണ്ടോ, എന്താണ് സിറ്റുവേഷൻ ഒക്കെ ഒന്ന് റൗണ്ട് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതൊന്നും ഫോർമൽ ആയിട്ടുള്ളതല്ല, ഇൻഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചാല് ഇൻഫോർമൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഔപചാരികമായിട്ടുള്ളത്. ഓക്കെ, സോറി, ഔപചാരികമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓപ്പൺ ഹൗസ് അപ്രോച്ചിൽ വിസിറ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരിക. എല്ലാം സിമ്പിൾ ആയിട്ടുള്ള പോയിന്റാണ്, നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എക്സാമിന് അപ്പൊ അതനുസരിച്ച് ആ ഓരോ ടേമുകളൊക്കെ കറക്റ്റ് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ്, സൈനേജ് ആൻഡ് നെയിം ബോർഡ്സ്. നമുക്ക് ഇങ്ങനെ കണ്ടിട്ടില്ലേ, നിങ്ങൾ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാലോ, ഓരോ ഹോസ്പിറ്റലിലും ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും സൈൻ ബോർഡുകൾ പോലെ അല്ലെ. ഇത് നെയിം ബോർഡ്സ് ഉണ്ടാവാം. നെയിം ബോർഡ്സ് ഓരോ ഡോക്ടേഴ്സിന്റെ നെയിം ബോർഡൊക്കെ കണ്ടിട്ടില്ലേ, ഫിസിഷ്യൻ അല്ലെ, എന്നിട്ട് അല്ലെങ്കിൽ പീഡിയാട്രിക് ഡോക്ടറിന്റെ പേര് എഴുതും. അങ്ങനെയുള്ള നെയിം ബോർഡ്സുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണാറുണ്ട്. ഒക്കെ നമ്മൾ നോർമലി എല്ലാവർക്കും കണ്ടിട്ടുള്ള അല്ലെ കാര്യങ്ങളാണല്ലോ. അതുപോലെ തന്നെ സൈൻ ബോർഡ്സുകൾ ഉണ്ടാവും അല്ലെ. അതായത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടാ, ഈസി ടു ഫോളോ സൈനേജ് ബോർഡ്സ്. അതായത് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പോകാൻ പെട്ടെന്ന് ഇപ്പോ ഇങ്ങനെ ഡോക്ടറുടെ റൂം നമ്മൾ കണ്ട് ഇങ്ങനെ വെച്ചേക്കണമെന്ന് നമുക്ക് എന്താണ്, നമുക്ക് ഈ ഡോക്ടറിന്റെ പേര് വെച്ച് നമുക്ക് ഏത് ഡോക്ടറാണ് ഏത് റൂമാണെന്നൊക്കെ നമുക്ക് ഈ സൈൻ ബോർഡ് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ബോർഡ്സുകളും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്. ഫ്ലോർ പ്ലെയിൻസ് ഡിസ്പ്ലേഡ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ്. ഇതുപോലെ തന്നെയാണ് ഈ ഫ്ലോർ പ്ലെയിൻസിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്ലേസസിൽ. ഈ സെയിം ഇത് ഇപ്പൊ ഓരോ ഫ്ലോറിലും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഒരു സ്ക്രീൻ പോലത്തെ ഒരു സംഭവത്തിൽ വെച്ചിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മള് ഷോപ്പിംഗ് മാളിലൊക്കെ ഇല്ലേ, എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മള് ഇപ്പോ ലുലു അങ്ങനെയുള്ള വലിയ വലിയ ഷോപ്പിംഗ് മാൾസ് ഇല്ലേ, അവിടേക്ക് ഇതുപോലത്തെ ഒരു ഡിസ്പ്ലേ പോലെ ചെയ്തിട്ടുണ്ടാവും ഫസ്റ്റ് ഫ്ലോറില്. ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന സെക്ഷൻസ് എന്തൊക്കെയാണ്, ഇപ്പോ എന്താ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള സെക്ഷൻസ് ഒക്കെ ഇല്ലേ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഇപ്പോ ക്യാൻറ്റീൻ വരാം, അല്ലെങ്കിൽ എന്താണ് പീഡിയാട്രിക്, അല്ലെങ്കിൽ സ്കാനിങ്, എക്സ്റേ, അങ്ങനെ ഓരോ ഫ്ലോറിൽ വരുന്ന എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ആണോ അതിന്റെ എല്ലാം ഒരു ഡീറ്റെയിൽസ് ഒരു ഡിസ്പ്ലേ പോലെ ചെയ്ത് വെക്കുക കേട്ടാ. അതാണ് ഈ ഫ്ലോർ പ്ലെയിൻസിൽ ഡിസ്പ്ലേ ചെയ്യുക എന്ന് പറയുന്നത്. ഓൾ റൂംസ് ഷുഡ് ബി നമ്പേർഡ്. എല്ലാ റൂംസിനും നമ്പർ ഇട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഇന്ന നമ്പറിലാണ് കിടക്കണെന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യന്റിനെ കാണാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സ് ഒക്കെ വെക്കുക. എന്താണ്, പേഷ്യന്റ് ഇൻഫോർമേഷൻ ബ്രൗഷർ ആൻഡ് വിസിറ്റർ ഗൈഡ്. പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻ ഒരു ബ്രൗഷർ പോലെ ഉണ്ടാവും അല്ലെ, അതും ഒരു വിസിറ്റർ ഗൈഡ് ഉണ്ടാവും. നമുക്ക് എവിടെയാണ് അത് തന്നെ ഈ നെയിം ബോർഡും ഈ നമ്പേഴ്സ് ഒക്കെ വെക്കില്ലേ. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ പേരും എഴുതിയിട്ടുണ്ടാവുമല്ലോ അതിനോടൊപ്പം തന്നെ. അത് നമ്മൾ കയറി ചെല്ലുമ്പോ ഇപ്പൊ ഒരു കുട്ടികളുടെ വാർഡ്, അല്ലെങ്കിൽ എന്താണ് സ്ത്രീകളുടെ വാർഡ്, അങ്ങനെയുള്ള വാർഡിലോട്ട് കയറി ചെല്ലുമ്പോ ഒരു വലിയൊരു ബോർഡ് പോലെ ഒരു ബ്രൗഷർ പോലെയൊക്കെ വെച്ചിട്ടുണ്ടാവും. റൂം നമ്പർ എഴുതും, ഇന്നയാളുടെ പേരും എഴുതിയിട്ടുണ്ടാവും, ആ റൂമിൽ അഡ്മിറ്റ് ആയത് പേഷ്യന്റിന്റെ പേര്. അപ്പൊ നമുക്ക് അതൊക്കെ നോക്കുമ്പോ എന്താണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആരോടും ചോദിക്കണ്ട. അത് കാണുമ്പോൾ നമുക്ക് അത് നോക്കി മനസ്സിലാക്കി ഇന്ന വാർഡ് ഏതാണ്, അല്ലെങ്കിൽ ഇന്നയാളുടെ റൂം നമുക്ക് തന്നെ ഒരാൾക്ക് വിസിറ്ററിന് എന്ത് ചെയ്യാം, പോയിട്ട് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനൊക്കെ പറ്റും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സൈൻ ബോർഡ്സുകളും നെയിം ബോർഡ്സുകളൊക്കെ ഒരു ഹോസ്പിറ്റലുകളിൽ സ്ഥാപിക്കുന്നത്. ഇതൊക്കെ എന്തിന്റെ ഇതിലാണ്, PR അല്ലെ, പബ്ലിക് റിലേഷന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലെ. പബ്ലിക് ആയിട്ടൊരു കമ്മ്യൂണിറ്റി വേണ്ടി നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് നോക്കാം, കംപ്ലൈന്റ്സ് ആൻഡ് കോംപ്ലിമെന്റ്സ് സജഷൻസ് അല്ലെ. കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞാല് കംപ്ലൈന്റുകൾ കൊടുക്കുക. പിന്നെ എന്താ, കോംപ്ലിമെന്റ്സ് അഭിനന്ദനങ്ങൾ. സജഷൻസ് മീൻസ് എന്താണ്, മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുക. ഓക്കെ,
നോക്കാം. A provision to listen to verbal complaints instead of insisting of written ones, emails, provision of a suggestion box at an appropriate place. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വെർബൽ കംപ്ലൈൻസ് നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് നമുക്ക് കൊടുക്കാം. ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ PROനെ കണ്ടു പോയിട്ട് നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും പ്രോബ്ലംസ് നമുക്ക് ഇന്ന ഒരു ഭാഗത്തു നിന്ന് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു നഴ്സിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഒരു ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നോ നമുക്കൊരു എന്തെങ്കിലും ഒരു അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ട്ലി നമുക്ക് എന്താണ് വെർബൽ ആയിട്ട് പോയിട്ട് കംപ്ലൈൻസ് ചെയ്യാം. ഓ റിട്ടേൺ ആയിട്ടും അല്ലെങ്കിൽ എഴുത്തിലൂടെ ഞാൻ പറഞ്ഞില്ലേ കംപ്ലൈന്റ് ബോക്സ് വെക്കുന്ന, അപ്പൊ അങ്ങനെയുള്ള ഒരു കംപ്ലൈന്റ് ബോക്സിലും നമുക്ക് റിട്ടേൺ ആയിട്ട് എഴുതി കംപ്ലൈന്റ് ഇടാം. അല്ലെങ്കിൽ മെയിൽ ചെയ്ത് കൊടുക്കാം. ഹോസ്പിറ്റലിന്റെ മെയിൽ ID ഉണ്ടാവുമല്ലോ, അതിലേക്കും ഈ കംപ്ലൈൻസ് ഒക്കെ മെയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി പ്രൊവിഷൻ ഓഫ് എ സജഷൻ ഇൻ എ ബോക്സ് അറ്റ് ആൻ അപ്രോപ്രിയേറ്റ് പ്ലേസ്. നമ്മൾ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ ഒരു കംപ്ലൈന്റ് ബോക്സ് ഉണ്ടാകുന്ന, ഈ കംപ്ലൈന്റ് ബോക്സ് പോലെ തന്നെ എന്താണ് സജഷൻ ബോക്സ് എന്ന് പറയുന്ന ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാവും. നിർദ്ദേശങ്ങൾ, അതായത് ഇപ്പോ നമുക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെക്കാം അല്ലെ. ഇപ്പോ എന്തെങ്കിലും നമുക്ക് നിർദ്ദേശങ്ങൾ വെക്കുകയാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു പേഷ്യന്റിന്റെ ഭാഗത്തു നിന്നുള്ളൊരു നിർദ്ദേശങ്ങൾ ഉണ്ടാവില്ലേ. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇങ്ങനെയുള്ളൊരു എന്താണ് സജഷൻ ബോക്സിലാണ് നിർദ്ദേശങ്ങൾ വെക്കുന്നത് കേട്ടോ. കംപ്ലൈന്റ് ബോക്സിൽ നമ്മൾക്ക് കംപ്ലൈൻസുകൾ എന്തെങ്കിലും കൊടുക്കാം. സജഷൻ ബോക്സിൽ നമ്മൾക്ക് എന്തെങ്കിലും സജഷൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് സജഷൻസും ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് കംപ്ലൈൻസ് ആൻഡ് കോംപ്ലിമെന്റ്സിൽ വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒന്ന് വായിച്ചൊന്ന് നോക്കാം കേട്ടോ. ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ്, പബ്ലിക്കിന്റെ ഇന്ററാക്ഷൻസ് കേട്ടാ, രണ്ടുപേരും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഹോസ്പിറ്റൽ ടൂർസ് ബൈ ഗ്രൂപ്പ് സച്ച് ആസ് സ്കൂൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, മെമ്പേഴ്സ് ഓഫ് ദ വേരിയസ് ഓർഗനൈസേഷൻ, പീപ്പിൾസ്, റെപ്രസെന്റേറ്റീവ്സ്, റിലീജിയസ് ലീഡേഴ്സ് എക്സെട്ര. നമ്മൾ നേരത്തെ കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞായിരുന്നല്ലോ, ഇങ്ങനെയുള്ള ഒരു ടൂർസ് ഒക്കെ അറേഞ്ച് ചെയ്യുക. ഇതില് ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, മെമ്പേഴ്സ് ഓഫ് വേരിയസ് ഓർഗനൈസേഷൻ, അവരെല്ലാം എന്ത് ചെയ്യാം, റിലീജിയസിന്റെ ലീഡേഴ്സ്, ഇങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യാ, ഉൾപ്പെടുത്തുക. ഇനി എന്താ പറഞ്ഞത്, ഹെൽത്ത് ഫെയർസ്, എക്സിബിഷൻസ്, സ്പെഷ്യൽ ക്ലിനിക്സ്, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാംസ്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാംസ്, വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസ്, ഓർഗനൈസ് കരിയർ ഡേ എക്സെട്ര. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റൽ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. എക്സിബിഷൻസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ് സ്പെഷ്യൽ ക്ലിനിക്സ്, നമ്മൾ പറഞ്ഞില്ലേ ക്യാമ്പുകളൊക്കെ ഹോസ്പിറ്റലുകള് അറേഞ്ച് ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ നേത്രദാന ക്യാമ്പ് അല്ലെങ്കിൽ കണ്ണിന്റെ ഫുൾ ട്രീറ്റ്മെന്റ് പരിശോധന, ഇപ്പൊ കണ്ണടയൊക്കെ ഫ്രീ ആയിട്ട് നിർത്തുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ, നോട്ടീസ് ഒക്കെ അവർ ഇറക്കാറുണ്ട് പത്രത്തിന്റെ ഒപ്പം അല്ലെ. ഇന്ന ഹോസ്പിറ്റലില് ഇന്ന ദിവസം സൗജന്യ ക്യാമ്പ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോ എന്താ കണ്ണിന്റെ ക്യാമ്പൊക്കെ വരാം. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇപ്പോ ഷുഗർ, പ്രഷർ, അതിന്റെയൊക്കെ ടെസ്റ്റുകൾ അല്ലെ, അങ്ങനെയുള്ള വിവിധ ടെസ്റ്റുകളൊക്കെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും അല്ലെ. അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ. ഇപ്പൊ നോട്ടീസ് ഒക്കെ കാണാറില്ലേ നിങ്ങള്. അപ്പോ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, പബ്ലിക് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാംസ്, ഇതുപോലെയുള്ള ക്ലാസ്സുകൾ വെക്കും. ഇതുപോലെ ചില ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഒരു വിദഗ്ധനായിട്ടുള്ള ഡോക്ടേഴ്സിന്റെ ഒക്കെ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട് അല്ലെ. ഇനി വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസ്, ഇതുപോലെ തന്നെ പ്രോഗ്രാംസുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട് അല്ലെ. ഇനി എന്താ, ഹോൾഡിംഗ് ആൻ ആനുവൽ ഹോസ്പിറ്റൽ ഡേ, ഫൗണ്ടേഴ്സ് ഡേ. നമ്മൾ പറഞ്ഞു, നമ്മള് ഒരു സ്കൂളില് ഒരു ആനുവൽ ഡേ ഫംഗ്ഷൻ ആഘോഷിക്കുന്നത് പോലെ ഒരു ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യും, ആനുവൽ ഹോസ്പിറ്റൽ ഡേ ആഘോഷിക്കും. അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ഡേ, അതിന്റെ ആ ഒരു ഫൗണ്ടേഴ്സിന്റെ ഡേ ആയിട്ട് ആഘോഷിക്കും. പിന്നെ കൂടാതെ സ്പെഷ്യൽ ഇവന്റ്സ് അല്ലെ, ഇപ്പൊ ഓണം, ക്രിസ്തുമസ്, അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഇവന്റ്സ് ഇല്ലേ, അതൊക്കെ എന്ത് ചെയ്യും, അവരും അവിടെ ഹോസ്പിറ്റലിലെ നഴ്സുകളും സ്റ്റാഫുകള് അതിലും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു ഡേയും കൂടി ഉണ്ട്. അതൊക്കെ എന്താണ്, കുറച്ച് പേഷ്യൻസിനും കുറച്ചും കൂടി അവർക്കും ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യങ്ങളാണല്ലോ. ഇങ്ങനെയുള്ളതൊക്കെ അറേഞ്ച് ചെയ്യുക. ഇതൊക്കെ എന്താണ്, പബ്ലിക് ആയിട്ടുള്ളൊരു ഇന്ററാക്ഷൻ ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയും ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഒന്നുകൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്തൊക്കെ പറയാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ മൂന്നുപേരും? ഓക്കെ അല്ലേ? ഓക്കെ,
നമുക്കൊന്നും കൂടി ജസ്റ്റ് ഒന്ന് ഇന്നത്തെ ക്ലാസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പോണേന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണത് കൊണ്ടല്ലാട്ടോ നിങ്ങൾക്കൊരു ഫോളോ അപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. ഓരോ ക്ലാസ്സും തുടങ്ങുമ്പോൾ കഴിഞ്ഞ ക്ലാസ് ഒന്നും കൂടി പറയുന്നത്. ഇനി ഏതെങ്കിലും പക്ഷെ നമുക്ക് എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ വിട്ടുപോയി കാണുമല്ലോ, അപ്പോ അതിന് വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയാ ഒരു റിപ്പീറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. ഓക്കെ, നമ്മൾ ഒത്തിരി എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ഓരോ സെക്ഷനായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇന്ന് നമ്മള് പറഞ്ഞത് എവിടെ തുടങ്ങിയായിരുന്നു? ഓക്കെ, മെത്തേഡ്സ് ആണ് അല്ലെ. മെത്തേഡ്സ് 2 ടൈപ്പ് ഉണ്ട്. ഓപ്പറേറ്റീവ് മെത്തേഡും ഉണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സും ഉണ്ട്. ഓപ്പറേറ്റീവ് നിങ്ങൾ ഓരോരുത്തരായിട്ടൊക്കെ പറയണം കേട്ടോ, ഞാൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ പറയാം കേട്ടോ. ഓപ്പറേറ്റീവ് മെത്തേഡ്സും പറഞ്ഞു, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സും ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പോ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്താണ്? ഓപ്പറേറ്റീവ് മെത്തേഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഒരു ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ വരുന്നത്? ഷാരോൺ എന്ന് പറയാൻ പറ്റുമോ? ഒരു ഹോസ്റ്റിന്റെ എല്ലാ എന്താണ് മനസ്സിലായത് എന്ന് പറയാം. ആയിട്ടാണ് രോഗികളുമായി ബന്ധപ്പെട്ട് എംപ്ലോയീസ് ചെയ്യുന്നതാണ്. ഒരു ഹോസ്പിറ്റലിലെ ഓപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് വേണം? അവിടെയുള്ള ഒരു വർക്കിംഗ് ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉൾപ്പെടുന്നതാണ് ഇത് ഓപ്പറേറ്റീവ് മെത്തേഡ് അല്ലെ. ഓക്കെ, അപ്പൊ ഓപ്പറേറ്റീവ് മെത്തേഡ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽസ് ഓപ്പറേറ്റേഴ്സ് അല്ലെ. ഇതെന്താ പറയാ? ടെലിഫോൺ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഇൻക്വയറി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് ക്ലർക്ക്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കൂടി ഉൾപ്പെടുന്ന ഒരു സെക്ടറാണ് ഈ ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ നമ്മൾ പറയുക. ഇത് നമ്മൾ നോക്കി 3 ഫണ്ടമെന്റൽ കോമ്പോണന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ഓപ്പറേഷൻ അല്ലെ. മെയിനായിട്ട് 3 ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് പറയുക. എനിക്ക് നെക്സ്റ്റ് വൺ നമുക്ക് പറയാൻ നോക്കും. joyful and polite behavior, സെക്കൻഡ് വൺ പറഞ്ഞോളൂ. quick and efficient treatment, clear environment and well appearance of the worker. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, ഞാൻ പോയിന്റ്സ് ആയിട്ട് വായിപ്പിച്ചെന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു കുറച്ചും കൂടിയുള്ള സം ഓപ്പറേഷൻസ് ഇംപ്രൂവിംഗ് അല്ലെ. ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി ലെവലിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ, നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള പേഷ്യന്റ് കെയർ അവർക്ക് നൽകുക. പിന്നെ എന്താ നമ്മൾ പറഞ്ഞു? ചെയേഴ്സ്, ബെഞ്ചസ്, ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റികളും ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു മറ്റുള്ളവരെ ഹാപ്പി ആക്കുക, സ്വയം ഹാപ്പി ആയിരിക്കുക. പിന്നെ എന്താണ്? വർക്കേഴ്സിനിടയിൽ ഒരു ഗുഡ് എന്ന് പറയുന്നത് അല്ലെ, നല്ലൊരു ധാർമ്മികത എന്ത് ചെയ്യുക? വർക്കേഴ്സിന് മുന്നിൽ വളർത്തിയെടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ ഒരു കോർഡിനേറ്റിംഗ് ആയിട്ട് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളാണ് നമ്മൾ വായിച്ചത് അല്ലെ. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വരേണ്ടതെന്നാണ് പറഞ്ഞത് കേട്ടോ. ടു മേക്ക് അവൈലബിൾ സ്യൂട്ടബിൾ ഇൻഫർമേഷൻ to the patient, their relatives and visitors അല്ലെ. നെക്സ്റ്റ് എന്തായിരുന്നു? പ്രൊവിഷൻ ടു ലിസൺ ഓറൽ കംപ്ലൈൻസ്. റിട്ടേണിനെങ്കിലും കൂടുതൽ ഓറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കംപ്ലൈൻസ് എന്ത് ചെയ്യുക? അത് കേൾക്കുക അല്ലെങ്കിൽ അതിനുള്ളൊരു മറുപടി നൽകുക. സ്വിച്ച് ടു റിപ്ലൈ ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുക. പിന്നെ എന്താണ്? പ്രൊവിഷൻ ഓഫ് സജഷൻ ബോക്സ്, ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ എന്ത് ചെയ്യുക? ഒരു സജഷൻ ബോക്സ് വെക്കുക. അതിനകത്ത് നമുക്കുള്ള സജഷൻസ് കാര്യങ്ങളും പേഷ്യൻസിനും അല്ലെങ്കിൽ റിലേറ്റീവ്സിനും സജഷൻ ബോക്സിൽ എഴുതിയിടാം അല്ലെ. ഇനി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഫിലിം ഷോസും എക്സിബിഷൻസും അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ വൗച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക? തയ്യാറാക്കുക. ഇനി എന്താ പറഞ്ഞത്? ടൂർസ് ഒക്കെ അറേഞ്ച് ചെയ്യുക അല്ലെ. ടീച്ചേഴ്സ്, സ്റ്റുഡന്റ് വൈഫ്, ഹൗസ് വൈഫ്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് വുമൺ ഓർഗനൈസേഷൻ, റിലീജിയസ് ലീഡേഴ്സിനൊക്കെ ചേർത്തിട്ടുള്ള ഒരു എന്താണ്? ടൂറുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു ആനുവൽ ഡേ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക. ഓപ്പറേഷൻസ് അല്ലെ ഇൻക്ലൂഡ് സം ഹൈലി ടെക്നിക്കൽ ഫങ്ഷൻസ്. ഇനി നെക്സ്റ്റ് പറഞ്ഞത് മാസ് മീഡിയ. മാസ് മീഡിയയാണ് നമുക്കറിയാം കൂടുതലായിട്ട് പബ്ലിക്കിനെ ഇംപ്രൂവ് അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ഇതിന് നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യുക? നമ്മള് മാസ് മീഡിയ ഉപയോഗിക്കുക അല്ലെ. മാസ് മീഡിയയിൽ നമ്മള് പരസ്യങ്ങളൊക്കെ കാണാറുണ്ട് ഹോസ്പിറ്റൽസിന്റെ ഒക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ വരുന്നതാണ് കേട്ടോ. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ ഇനി എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. ഷാരോടൊന്ന് വായിക്കാമോ പോയിന്റ്സ്?
These methods employ means of communication in all possible form to enable the hospital to convey its imaging to the public. Okay. Some of these are Second, let me say, some of these are here mixed with the intermutual functions of the hospital and operative methods. The other deals with the media. Okay, നമ്മൾ പറഞ്ഞു അതായത് ഹോസ്പിറ്റലിലെ എമർജൻസി അല്ലെങ്കിൽ സ്റ്റാഫിനോട് കേട്ടോ ഇങ്ങനെയുള്ള ഡീൽസ് അത് മീഡിയ നമ്മൾ പറഞ്ഞു മീഡിയ ആയിട്ട് ഡീൽ ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഫോളോയിങ് അല്ലെ മെത്തേഡ് നമുക്ക് ഇങ്ങനെയുള്ളൊരു വേറെ തരത്തില് നമുക്ക് ഫോളോ ചെയ്യാൻ വായിക്കാമോ? നിങ്ങൾക്ക് തന്നെ വായിപ്പിക്കുന്നതേ നിങ്ങൾക്ക് അവിടെ ഐഡിയ കിട്ടുമല്ലോ, അല്ലെങ്കിൽ ആ പോളിസി നിങ്ങൾക്ക് തന്നെ വായിക്കുമ്പോൾ ഒരു നിങ്ങൾക്ക് തന്നെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്ലാസ് വായിച്ചോ പോയിന്റ്. Okay, teacher. Providing information at inquiry and registration on patient's discharge regarding his or her health status and follow-up. Discharge interview with attending physician can serve this purpose well. ഓക്കെ, എന്താണ് അപ്പൊ അതിൽ നിന്ന് മനസ്സിലായത് എന്ന് പറയാമോ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞോ കേട്ടോ. എന്താണ് നമ്മള് ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് അല്ലേ? പറഞ്ഞോ. എൻക്വയറി, രജിസ്ട്രേഷൻ. പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻ അവരുടെ റിലേറ്റീവ്സിന്റെയും വിസിറ്റേഴ്സിന്റെയും ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എൻക്വയറിയും രജിസ്ട്രേഷനും ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. പേഷ്യന്റ് ഡിസ്ചാർജ് സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്യണം. ഡിസ്ചാർജ് കാര്യങ്ങളെല്ലാം ഫിസീഷ്യനായിട്ട് നമുക്ക് ഇന്റർവ്യൂ പോലെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ രണ്ടുപേർക്കും? യെസ് ടീച്ചർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് an open house approach to visitors without interfering the routine medical care function അല്ലെ? നമ്മൾ പറഞ്ഞു നേരത്തെ തന്നെ പോലെ എന്താണ് ഒരു ഓപ്പൺ ആയിട്ട് നമുക്ക് ഓപ്പൺ ഹൗസ് പോലെ വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു പേഷ്യന്റ് cannot be avoided in our peculiar socio-cultural ethics അല്ലെ? രോഗികളെ സന്ദർശിക്കുന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല അല്ലെ? അത് നമ്മുടെ ഒരു എന്താ ഒരു ധാർമ്മികത, ഒരു കൾച്ചർ, നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ധാർമ്മികത കൂടിയാണ് അല്ലെ? ഇപ്പൊ ഒരു നമ്മളുടെ ഒരു രോഗി കിടക്കുമ്പോൾ ആളെ കാണണം, അല്ലെങ്കിൽ ആ ഒരു വിസിറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോ അങ്ങനെ ഒരു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവര് സന്ദർശിക്കുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല അല്ലെ? ഇനി സെക്കൻഡ് ആണ് എന്താ പറഞ്ഞത്? The queries of relatives and visitors can be satisfied a doctor. ഒരു ഡോക്ടറിനും അല്ലെങ്കിൽ ഒരു സീനിയർ നഴ്സിനും മാത്രം സന്ദർശകരുടെ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറുപടി കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മളും അല്ലെ, ഇപ്പൊ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ റിലേറ്റീവ്സ് വരുമ്പോഴും ആ ഡോക്ടറെ ആയിരിക്കില്ല നമ്മൾ നേരിട്ട് പോയി കാണുന്നത്. ഇങ്ങനെയുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ ആൾക്ക് കുറവായോ, നമുക്ക് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യാറായോ, എത്ര ദിവസം കൂടി കിടക്കേണ്ടതായിട്ട് വരും എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് ആരോടാ? ഡോക്ടറോട്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഇൻചാർജ് നഴ്സ് ഉണ്ടാവുമല്ലോ, ആ നഴ്സിന്റെ അടുത്തായിരിക്കുമല്ലോ ചോദിക്കുക. അത്ര മാത്രം പറയുന്നുള്ളൂ. അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വിസിറ്റേഴ്സിനുള്ള മറുപടി നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ, ഡോക്ടേഴ്സിനും അല്ലെങ്കിൽ സീനിയർ നഴ്സിനും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സ് ബൈ എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡിഫറെന്റ് ലെവൽസ്. However, they should be informal. നമ്മൾ പറഞ്ഞു ഡോക്ടേഴ്സിന്റെ റൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ PROന്റെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ നഴ്സസിന്റെ ഭാഗത്തു നിന്നും നമ്മളുടെ അടുത്ത് വരികയും ചെയ്യും അല്ലെ? നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവരിടയ്ക്ക് വന്ന് ചോദിക്കില്ലേ, നമ്മളുടെ വിവരങ്ങളൊക്കെ തിരക്കും അല്ലെ? അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു അനൗപചാരികമാണ്, ഇൻഫോർമൽ ആണ്, ഇതൊന്നും ഫോർമൽ അല്ല. അവര് ചോദിക്കുകയാണ്, അതൊരു പബ്ലിക്കിനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു സയൻസ് നെയിം ബോർഡ്സ് ഒക്കെയാണ് അല്ലെ? നമുക്കറിയാലോ സൈൻ ബോർഡ്സ്. നിങ്ങള് എല്ലാവരും രണ്ടുപേരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കേട്ടോ. ഇനി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മേ ബി ഒരു ഹോസ്പിറ്റലിൽ എപ്പോഴെങ്കിലും ചെല്ലുമ്പോൾ ഇതിനുള്ള സൈൻ ബോർഡ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോ നമ്മൾ പറഞ്ഞു ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്. ഈസി ടു ഫോളോ സൈനേജ് ആൻഡ് സൈൻ ബോർഡ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഡോക്ടേഴ്സിന്റെ റൂം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അല്ലെ?
പിന്നെ അതുപോലെ തന്നെ പറഞ്ഞതാണ് ഈ ഫ്ലോർ പ്ലാൻസിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആയിട്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ജസ്റ്റ് സൈൻ ബോർഡ്സും ഓരോ ഫ്ലോറില് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നൊക്കെ കാണിക്കുന്നതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഓൾ റൂംസ് ഷുഡ് ബി നമ്പേർഡ്. നമ്മൾ പറഞ്ഞു എല്ലാ റൂമിലും എന്തുണ്ടാവും, നമ്പേഴ്സ് ഉണ്ടാവും അല്ലെ. ഇനി നമ്മൾ നെക്സ്റ്റ് പറഞ്ഞു പേഷ്യന്റ് ഇൻഫോർമേഷൻ ബ്രൗഷർ. നമ്മൾ ഓരോ വാർഡിലൊക്കെ ചെല്ലുമ്പോൾ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്, സയൻസിൽ പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു കംപ്ലൈൻസ് അല്ലെ. കംപ്ലൈൻസ് എങ്ങനെയാ പറയാ, ഒരു പ്രൊവിഷൻ ടു ലിസൺ ടു വെർബൽ കംപ്ലൈൻസ് ഇൻസ്റ്റെഡ് ഓഫ് റിട്ടേൺ വൺസ്. നമ്മൾ പറഞ്ഞു ഒരു റിട്ടേൺ ആയിട്ട് എഴുതുന്ന കംപ്ലൈന്റിനേലും നമ്മൾ വെർബൽ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കംപ്ലൈന്റ്സ് ഒക്കെ പറയാം അല്ലെ. ഇപ്പൊ PROനോടോ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററോട് നമ്മൾക്ക് ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് കംപ്ലൈന്റ്സ് എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് മെയിൽ ചെയ്യാം. ഹോസ്പിറ്റലിന്റെ മെയിലിലേക്ക് എന്ത് ചെയ്യാം, കംപ്ലൈന്റ്സും അങ്ങനെ കാര്യങ്ങൾ നമുക്ക് മെയിൽ ചെയ്യാം. പിന്നെ എന്താ പറയുക, പ്രൊവിഷൻ ഓഫ് സജഷൻ ബോക്സ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അപ്രോപ്രിയേറ്റ് ഉള്ള പ്ലേസിൽ എന്ത് വേണം, ഒരു സജഷൻ ബോക്സ് വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കംപ്ലൈന്റ് ബോക്സ് വെക്കുന്നത്. കംപ്ലൈന്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റുകൾ അല്ലെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ. സജഷൻ മീൻസ് നമുക്ക് ഇപ്പോ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങള്. അങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് സജഷൻ ബോക്സിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ ആൻഡ് പബ്ലിക് റിലേഷൻസ് വരെ ഇന്ററാക്ഷൻസ് അല്ലെ. ഇങ്ങനെയൊക്കെയാണ് പബ്ലിക് ആയിട്ടുള്ള ഇന്ററാക്ട് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കോട്ടെ ഇതിന്റെ ഉള്ളിൽ വരിക. ഹോസ്പിറ്റൽ ടൂർസ് അറേഞ്ച് ചെയ്യുക, സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയും അങ്ങനെയുള്ള എല്ലാ ഓർഗനൈസേഷനെയും ഉൾപ്പെടുത്തുക. പിന്നെ നമ്മൾ പറഞ്ഞു ഹെൽത്ത് ഫെയേഴ്സ് നടത്തുക, എക്സിബിഷൻ നടത്തുക, സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലിനിക്കലുകൾ അല്ലെ, സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാമ്പുകളൊക്കെ അറേഞ്ച് ചെയ്യുക, അവയർനെസ് പ്രോഗ്രാംസ്. ചിലപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോ ആ ഹോസ്പിറ്റലിനെ പറ്റി കൂടുതലായിട്ട് അറിയുന്നത് അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ കണ്ണിന്റെ നേത്രദാന ക്യാമ്പുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാമ്പുകളൊക്കെ ചെയ്യില്ലേ. അപ്പൊ അതിലൂടെയൊക്കെയാണ് ഈ ഒരു ഹോസ്പിറ്റലില് ഇത്ര ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു നോട്ടീസിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് ഒക്കെ വഴിയാണ് കൂടുതലും അറിയപ്പെടുന്നത് അല്ലെ ആ ഹോസ്പിറ്റലിനെ കുറിച്ച്. അതൊക്കെ എന്താണ് പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ പബ്ലിക് ഇന്ററാക്ഷന്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഹെൽത്ത് ഫെയർസ്, എക്സിബിഷൻ, സ്പെഷ്യൽ ക്ലിനിക്സ്, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം, മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാംസ്. ഇൻഷുറൻസ് ഒക്കെ കൊടുക്കില്ലേ, ക്ലെയിമുകളൊക്കെ നമുക്ക് ലഭിക്കില്ലേ. അതൊക്കെ ഓരോ ഹോസ്പിറ്റലിൽ, ഇന്ന ഹോസ്പിറ്റലിൽ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവില്ല, ചില ഹോസ്പിറ്റലിലൊക്കെ അല്ലേ നമുക്ക് ക്ലെയിമുകളൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി എന്താണ് പബ്ലിക് ആയിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ചെയ്യുക. നെക്സ്റ്റ് എന്താ, ഹോൾഡിംഗ് ആൻഡ് ആനുവൽ ഹോസ്പിറ്റൽ ഡേ അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ഡേ, സ്പെഷ്യൽ ഇവന്റ്സ്. ആനുവൽ ഡേ ഹോസ്പിറ്റൽ ഡേയും അല്ലെങ്കിൽ ആനുവൽ ഡേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യും. പിന്നെ സ്പെഷ്യൽ ഇവന്റ്സ് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് അതൊക്കെ എന്താണ് പബ്ലിക് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്. All these helps in projecting every aspect of hospital's operations, including some of the highly technical functions. ഇതെല്ലാം എന്താണ് ഹോസ്പിറ്റലിന്റെ ആസ്പെക്റ്റിനെ ഒരു ഓപ്പറേറ്റിംഗിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ തരത്തിലുള്ള ആസ്പെക്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള പബ്ലിക് റിലേഷൻസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ സ്പീക്കേഴ്സ് ബ്യൂറോ ആണോ വരുന്നത്. കുറച്ച് അഡ്വൈസറി കമ്മിറ്റി അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിലെ ഓരോ സെക്ഷനുകളില്ലേ. അതായത് നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ PRO പബ്ലിക് റിലേഷൻ ആയിട്ട് പബ്ലിക് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോരോ സെക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാറായല്ലോ. ഇത്രയും വെച്ചാണ് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് കേട്ടോ ക്ലാസ്. നെക്സ്റ്റ് നമ്മൾ സ്പീക്കേഴ്സ് ബ്യൂറോയാണ് നോക്കാൻ പോകുന്നത്. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങള് ഈ ഹോസ്പിറ്റൽ ഈ നമ്മുടെ ഇപ്പൊ എടുത്ത പോയിന്റ്സ് വരെ എല്ലാവർക്കും ക്ലിയർ ആയിരിക്കണം. ഓക്കെ, നമ്മൾക്കത് വീണ്ടും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആയിട്ടില്ല. അപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് ഇപ്പൊ ഒരു പോർഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഷാരോട് ഓക്കെ അല്ലോ, ഇത്രയും ക്ലാസ് നമുക്ക് ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? മിസ്സേ കേക്കത്തില്ലേ? ക്ലിയറാ മിസ്സേ. ക്ലിയർ ആണോ എന്ന് പറയുന്നത്? മിസ്സേ ക്ലിയറാ മിസ്. ഓക്കെ ഓക്കെ, ക്ലാസ് ഇത്രേ ഉള്ളൂ. ഇതുവരെ നമ്മുടെ ഫസ്റ്റ് തുടങ്ങി കേട്ടോ, ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഇതുവരെ നമ്മൾ പിക്ചർ എടുത്ത് നോക്കിയത് വരെ കറക്റ്റ് ആയിട്ട്
പഠിച്ചു പോവുക. നെക്സ്റ്റ് ക്ലാസ് ആ ഒരു എന്താ പറയുക പഠിച്ചിട്ടുള്ള കേട്ടോ. ഇപ്പോ ഒരു എന്താ ഒരു 2-3 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മീനിങ് ഒരു കൺഫ്യൂഷൻ ആവും അല്ലെ, അർത്ഥം വരില്ല. ഇന്ന് തന്നെ എടുത്തത് ഇന്ന് തന്നെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്കത് ഡേ ടു ഡേ ആയിട്ട് അങ്ങോട്ട് പഠിച്ച് ആ ഒരു പ്രൊസീജിയർ ആയിട്ട് പോവാം കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നത് ഇത് വരുമ്പോ നോക്കില്ല കേട്ടോ. Okay, താങ്ക് യു.